നമസ്കാരം. പ്രധാന വാർത്തകൾ. ആധാർ ഏർപ്പെടുത്തിയ ശേഷം പാചകവാതകത്തിന് അധിക വില ഈടാക്കുന്നത് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പി.ടി. തോമസ് എം.പി. നവംബർ 1 കേരളപ്പിറവിയും ശ്രേഷ്ഠ ഭാഷാ ദിനവും വിവിധ കേന്ദ്രങ്ങളിൽ ആചരിച്ചു. കേരള ഫയർ സർവീസ് അസോസിയേഷൻ എറണാകുളം മേഖലാ സമ്മേളനം നവംബർ 2-4 തീയതികളിൽ ആചരിക്കും. വാർത്തകൾ വിശദമായി. ആധാർ ഏർപ്പെടുത്തിയതിനു ശേഷം പാചകവാതകത്തിന് അധിക വില ഈടാക്കുന്നത് തടയാൻ നടപടി സ്വീകരിക്കുമെന്ന് പി.ടി. തോമസ് എം.പി. ആധാർ ഉള്ളവരും ഇല്ലാത്തവരും സിലിണ്ടറിന് 2 വിലയാണ് നൽകുന്നത്. പ്രശ്നം ചൂണ്ടിക്കാട്ടി താൻ കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പ്രശ്ന പരിഹാരത്തിനായി ജില്ലയിലെ ഗ്യാസ് ഏജൻസികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ചേർക്കുമെന്നും എം.പി. പറഞ്ഞു. ഏകദേശം 30% ആധാർ കാർഡുകൾ ഇടുക്കി ജില്ലയിൽ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഏകദേശമുള്ളൊരു കണക്ക്. ഏജൻസികൾ പലതും ഡെലിവറി ചാർജും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈടാക്കുന്നത്. ആധാർ ഉപയോഗിച്ച് വാങ്ങുമ്പോൾ സെയിൽ ടാക്സിൻ്റെ 5% 32 രൂപ അധികമായി വരുന്നു എന്നൊരു പ്രശ്നമുണ്ട്. എന്നാൽ കടത്തുകൂലിയായി പല കമ്പനികളും പല തുക വാങ്ങുന്നതുകൊണ്ട് ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുകയാണ്. ഇത് പരിഹരിക്കുന്നതിനായി ജില്ലയിലെ എല്ലാ ഗ്യാസ് ഏജൻസികളുടെയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ആളുകൾ ഉദ്യോഗസ്ഥന്മാരുടെ അടക്കമുള്ളൊരു യോഗം 15 ദിവസത്തിനകം വിളിച്ചു ചേർക്കുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് 442 രൂപ സബ്സിഡി കൊടുക്കുന്ന ഈ ഗ്യാസിൻ്റെ വിതരണത്തിൽ ആധാർ ഉപയോഗിക്കുന്നത് കൊണ്ട് നഷ്ടമുണ്ടാകുന്നു എന്ന രൂഢമൂലമായിരിക്കുന്ന ചില ധാരണ പരിഹരിക്കേണ്ടതുണ്ട്. ഇത് വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ്. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ ലോട്ടറി സംരക്ഷണ ദിനാചരണവും ഭാഗ്യക്കുറി ഓഫീസ് മാർച്ചും നടത്തി. ആവശ്യാനുസരണം ലോട്ടറി ലഭ്യമാക്കുക, കാലതാമസം കൂടാതെ സമ്മാനത്തുക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ലോട്ടറി ഓഫീസ് മാർച്ച് നടത്തിയത്. ജില്ലാ ഭാഗ്യക്കുറി ഓഫീസ് പടിക്കിലേക്ക് സംഘടിപ്പിച്ചിട്ടുള്ള മാർച്ച് ഇതായി വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. ടിക്കറ്റ് കർണാടകയിലും തമിഴ്നാട്ടിലും ഇഷ്ടംപോലെ ലോട്ടറിയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ലോട്ടറിയുണ്ട്. കേരള ലോട്ടറി സംരക്ഷിക്കാൻ അതിനാണ് ഈ സമരം. തുടർന്ന് നടന്ന ധർണ CITU ഇടുക്കി ജില്ലാ സെക്രട്ടറി KS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം TB സുബൈൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം പാട്രിക് സേവ്യർ നന്ദിയും പറഞ്ഞു. കേരളത്തിൽ ഏതാണ്ട് 45 ലക്ഷം ലോട്ടറി അച്ചടിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ലോട്ടറി ടിക്കറ്റുകൾ പൂർണ്ണമായും നമ്മുടെ നാട്ടിലെ ചെറുകിട ഏജന്റുമാരുടെയും അതുപോലെ വിൽപ്പനക്കാരുടെയും കൈകളിൽ എത്തിക്കുന്നതിന്
ആവശ്യമായ സംവിധാനം കേരളത്തിൽ ഇപ്പോൾ ഇല്ല എന്നുള്ള ഒരവസ്ഥയാണ്. അച്ചടിക്കുന്ന ടിക്കറ്റുകൾ പൂർണ്ണമായും ഇവിടെ തന്നെ തികയുന്നില്ല എന്ന ഒരവസ്ഥയുള്ളപ്പോഴാണ് അതിൻ്റെ ഒരു വലിയ ഭാഗം ടിക്കറ്റുകൾ അന്യ സംസ്ഥാനത്തേക്ക് കടത്തിക്കൊണ്ടു പോവുകയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ ലോട്ടറി കടത്തിക്കൊണ്ടു പോകുന്നതിന് ഗവൺമെൻറ് തന്നെ ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ കേരളത്തിൽ ലക്ഷക്കണക്കായി ഈ മേഖലയെ ആശ്രയിച്ച് ഈ ഉപജീവനം നടത്തി വരുന്ന ആളുകളുടെ ജീവിതം വഴിമുട്ടുന്ന അവസ്ഥ നേരിടേണ്ടി വരികയാണ്. ഇതിനാണ് പരിഹാരമുണ്ടാകണം എന്ന് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഇവിടെ കൂടുതൽ ടിക്കറ്റുകൾ അച്ചടിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള അത്യന്താധുനികമായ സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ ആധുനിക സാങ്കേതിക സംവിധാനം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന മെഷീനെല്ലാം പൊതുവെ വാങ്ങാൻ പോകുന്നു, ഇപ്പോൾ വരും, അതുകൊണ്ട് കൂടുതൽ ടിക്കറ്റ് ഉടനെ കിട്ടുമെന്ന് ഈ കോഴിയുടെ മുലയൂട്ട് പോലെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ നിലവിൽ കുറെ കാലമായിട്ടുള്ളത്. നവംബർ 1 കേരളപ്പിറവി ദിനവും ശ്രേഷ്ഠ ഭാഷാ ദിനവും വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ആചരിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിൽ കേരളപ്പിറവിയും ശ്രേഷ്ഠ ഭാഷാ ദിനാഘോഷവും നടന്നു. ചടങ്ങിൽ കൌൺസിലർമാരും ജീവനക്കാരും പങ്കെടുത്തു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മലയാള ഭാഷ ഉപയോഗിക്കണമെന്ന് എഴുതി വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും ഉപയോഗം നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഈ നവംബർ 1 തീയതി കേരളപ്പിറവിക്ക് എല്ലാ ഓഫീസുകളിലും, പ്രത്യേകിച്ച് നമ്മൾ പ്രതിജ്ഞ എടുക്കാൻ പോകുന്ന നമ്മുടെ മുനിസിപ്പൽ ഓഫീസിലും മലയാളത്തിൽ ആക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എനിക്ക് സൂചിപ്പിക്കാൻ. മലയാളത്തിന്റെ സമ്പത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. മലയാള ഭാഷയെയും കേരള സംസ്കാരത്തെയും ഞാൻ ആദരിക്കുന്നു. ഭരണ നിർവഹണത്തിൽ മലയാളത്തിന്റെ ഉപയോഗം സാർവത്രികമാക്കുന്നതിന് എന്റെ കഴിവുകൾ ഞാൻ വിനിയോഗിക്കും. മലയാളം ശ്രേഷ്ഠ ഭാഷയെ പ്രഖ്യാപിക്കപ്പെട്ടതിനു ശേഷമുള്ള ആദ്യത്തെ കേരളപ്പിറവി ദിനാചരണം തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ ജീവനക്കാർ ഒത്തുചേർന്ന് ആഘോഷിച്ചു. ചടങ്ങിൽ തഹസീൽദാർ ജോയി കുര്യാക്കോസ് ഭാഷാ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മലയാളത്തിന്റെ സമ്പത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. മലയാള ഭാഷയും കേരള സംസ്കാരത്തെയും ഞാൻ ആദരിക്കുന്നു. ഭരണ നിർവഹണത്തിൽ മലയാളത്തിന്റെ ഉപയോഗം സാർവത്രികമാക്കുന്നതിന് എന്റെ കഴിവുകൾ ഞാൻ വിനിയോഗിക്കും. പിന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. തിങ്കളാഴ്ച 4 മണിക്കാണ് അഡീഷണൽ വകുപ്പിന്റെ ഉദ്ഘാടനം. നമ്മുടെ വകുപ്പുകൊണ്ട് വരുന്നുണ്ട്. യോഗം തീർന്നതിന് ശേഷമേ പോകാവുള്ളൂ. യോഗം തീർന്നതിന് വകുപ്പുകൊണ്ട് ചിലപ്പോൾ നമ്മളെല്ലാവരും വിളിക്കും. അതുകൊണ്ട് കസേര കാര്യമായിട്ട് മുതലക്കുടം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലുള്ള കേരളപ്പിറവി ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഇരുചക്ര വാഹന റാലി നടന്നു. തൊടുപുഴ പ്രിൻസിപ്പൽ SI സുബ്രഹ്മണ്യൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. 3 ദിവസമാണ് ഇവിടെ ദിനാഘോഷ പരിപാടികൾ നടക്കുന്നത്. ലൈബ്രറി സാമൂഹിക സാംസ്കാരിക രംഗത്ത് നടത്തിയ ഇതായി വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയും കോവില റാലിക്ക് ശേഷം ലൈബ്രറി ഹാളിൽ സെമിനാർ കേരളം 6 പതിറ്റാണ്ടിലൂടെ എന്ന വിഷയത്തെ സംബന്ധിച്ച് സെമിനാറിൽ തൊടുപുഴ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ശ്രീ R. ഹരി അധ്യക്ഷത നിർവഹിക്കും. കേരളം 6 പതിറ്റാണ്ടിലൂടെ എന്ന സെമിനാർ തൊടുപുഴ നഗരസഭാ ചെയർമാൻ ശ്രീ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സെമിനാറിൽ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ വിഷയം അവതരിപ്പിക്കും. മുതലക്കുടം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള കേരളപ്പിറവി ആഘോഷം ഇന്നും നാളെയും മറ്റന്നാളുമായി കേരള ഫയർ സർവീസ് അസോസിയേഷന്റെ എറണാകുളം മേഖലാ സമ്മേളനം നവംബർ 2-4 തീയതികളിൽ ആചരിക്കും. നവംബർ 4 രാവിലെ 10:30 അർബൻ ബാങ്ക് ഹാളിൽ ചേരുന്ന ചടങ്ങിൽ മന്ത്രി PJ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. PT തോമസ് MP മുഖ്യ പ്രഭാഷണം നടത്തും. സംഘടനയുടെ പ്രസിഡന്റ് ബിജു P. ജേക്കബ്, സെക്രട്ടറി MC ബേബി, VS സുകുമാരൻ, TH സാഹിദ്, MV മനോജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം.
നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് അടക്കമുള്ള സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ നമ്മുടെ തൊഴിൽ മേഖലയിൽ നിന്ന് ദ്രോണാചാര്യ അവാർഡ് നേടിയ ശ്രീ തോമസ് മാഷിനും അതുപോലെ തന്നെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ ചെയർമാനായി നൽകപ്പെട്ട ശ്രീ TC മാത്യു സാറിനും നമ്മൾ സംഘടനയുടെ ആദരപൂർവമായ ഒരു സ്വീകരണവും ആ ദിവസം ഒരുക്കുകയാണ്. കൂടാതെ തന്നെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം ഒരു മികച്ച രീതിയിൽ തൊടുപുഴ ആതിഥ്യം വഹിക്കുന്ന ഒരു സമ്മേളനം നിലയ്ക്ക് ഏറ്റവും ഭംഗിയായിട്ടും പ്രൗഢിയായിട്ടും നമ്മളിത് സംവിധാനം ചെയ്തിട്ടുണ്ട്. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ നടന്നുവന്ന ജപമാല മാസാചരണം സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് ഫാദർ പോൾ കാരക്കൊമ്പിൽ ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകി. തുടർന്ന് ജപമാല പ്രദക്ഷിണവും നടന്നു. വികാരി ഫാദർ മാത്യൂസ് നന്തളം നേതൃത്വം നൽകി. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ തിരുവചനങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ നിന്ന് കിട്ടുന്ന ശക്തിയും പ്രചോദനവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്കൊരു നിമിഷം ഒരുങ്ങേണ്ടത് അത്യാവശ്യമാണ്. ദൈവവചനം നമ്മെ ഓരോരുത്തരെയും കർത്താവിന്റെ സന്നദ്ധിയിലേക്കും നമ്മെ അവരോടുകൂടെ നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചോദനത്തിന് കാരണമാകുന്നതാണ്. ഇതാണ് പൗലോസ്ലീഹ നമ്മെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുക. വിശുദ്ധ പൗലോസ്ലീഹ ഓരോ ദിവസത്തെ സഭയ്ക്ക് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ നിന്ന് വായിച്ചിട്ടുള്ള തിരുവചനങ്ങളാണ് ആദ്യത്തെ വായനയിൽ നമ്മൾ വായിച്ചത്. അതിങ്ങനെയാണ്: മരിച്ചവരെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധ്യമുണ്ടായിട്ടുണ്ടോ എന്നാണ് പൗലോസ്ലീഹ ചോദിക്കുക. നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സത്യവും നിങ്ങൾ വിതയ്ക്കുന്നതല്ല, നിങ്ങൾ കൊയ്തെടുക്കുന്നത്. സമാധാനത്തിന്റെ മാർഗത്തിലൂടെ നമുക്കെല്ലാവർക്കും സമർപ്പിക്കാം. ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ശക്തിയും നന്മകളും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സഹായിക്കണമേ. പിതാവും പുത്രനും വഴി നിമകത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് പിതാവിനോട് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ബിജു ജോസഫ് അധ്യക്ഷനായിരുന്നു. സംഘടനാ ഭാരവാഹികളായ KG സുരേഷ് കുമാർ, K അലക്സാണ്ടർ, KP രാജേന്ദ്രൻ, TCV ദിനേശ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോഴും ഇന്ത്യ മഹാരാജ്യത്ത് അതിനെ കാതലായി പിടിച്ചു നിർത്താൻ, ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കഴിഞ്ഞതും നമ്മുടെ രാജ്യത്ത് നടന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ നടന്നിട്ടുള്ള വലിയ തോതിലുള്ള മുതൽ മുടക്കിനെ ആശ്രയിച്ച് തന്നെയാണ്. ഏതൊരു രാജ്യത്തും സാമ്പത്തിക മേഖല ഭദ്രമാകണമെങ്കിൽ അവിടെ എപ്പോഴും ട്രാൻസാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കണം. ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ തൊഴിൽ മേഖലയെ പുഷ്ടിപ്പെടുത്താൻ കഴിയും. തൊഴിലവസരങ്ങൾ പരമാവധി നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനം ഏറ്റവും ഫലപ്രദമായി നടത്തുവാനും കഴിയും. ഇങ്ങനെ ഈ മേഖലയിൽ ഒരു റൊട്ടേഷൻ ആയിട്ട് അല്ലെങ്കിൽ അതെല്ലാം കൂടെ കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് മാത്രമേ നമ്മുടെ സാമ്പത്തിക മേഖലയെ പുഷ്ടിപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് നമ്മുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, ജില്ലാ മെഡിക്കൽ ഓഫീസ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ എയ്ഡ്സ് ബോധവൽക്കരണ കലാജാഥ നടത്തി. തുയിലുണർത്ത് എന്ന പേരിലുള്ള കലാജാഥ നഗരത്തിൽ 2 കേന്ദ്രങ്ങളിലായി പരിപാടി അവതരിപ്പിച്ചു. കലാജാഥയ്ക്ക് തൊടുപുഴ താലൂക്ക് ആശുപത്രി ആരോഗ്യ വിഭാഗവും നഗരസഭയും നേതൃത്വം നൽകി.
എന്റെ പൊടിമ ചേച്ചി നമ്മളെ മുക്കിന് ബീവറേജ് ഷാപ്പുകളും അല്ല ഒന്നാമത് തെങ്ങിങ്കലും പനങ്കലം കിട്ടുമ്പോ കുഞ്ഞുമോൻ ഉത്സവമല്ലയോ അല്ലയോ എനിക്ക് ചേച്ചി ഉത്സവങ്ങൾ ഇറങ്ങിയതാ. വരുന്ന വരയ്ക്ക് നമ്മൾ തൊടുപുഴ ബസ് സ്റ്റാൻഡിലെ ഒരു സൈഡ് ശ്രീകൃഷ്ണൻ കൊല്ലം മൂടിക്കൊണ്ടിരിക്കുന്നു, വേറെ സൈഡിൽ പരമശിവൻ പാമ്പായിട്ട് നിൽക്കുന്നു, ഇതിനിടയ്ക്ക് വേറെ നിൽക്കുന്നു. ആരറിയാവോ? ഗണപതി. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആകെപ്പാടൊക്കെ കലിപ്പായി. ആ കലിപ്പ് തീർക്കാൻ വേണ്ടി നമ്മൾ തൊടുപുഴയുടെ അപ്പുറത്തെ ബാറി കയറി അങ്ങ് വിട്ട് അടി പോലെ കൊള്ളാം ഇച്ചിരി കയറി കൊണ്ട് പിടി. അല്ല ഞാൻ പറഞ്ഞുള്ളൂ, എനിക്ക് വേണേ മതി. അമ്മാവോ അണ്ണോ അമ്മാവനണ്ണോ എന്തോ ഏക്കോട്ടെ രക്ഷണ. ഈ HIV എന്ന് വെച്ചാൽ എന്തുവാ? HIV എന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുത്തുന്ന വൈറസിന് HIV എന്ന് പറയുന്നു. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ HIV നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പം രക്ഷകനുണ്ടോ? എനിക്ക് വീണ്ടും ഒരു സംശയം. ഈ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം എന്തുവാ? ശ്രദ്ധിച്ചു കേട്ടോണം. നിങ്ങളുടെ ഭർത്താവിന്റെ പേരെന്താ? പ്രശസ്ത ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ ശനിയാഴ്ച രാവിലെ 9:30 തൊടുപുഴ ടൗൺ ഹാളിൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നയിക്കും. സംസ്കാര സാഹിതിയാണ് സംഘാടകർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആധാർ ഏർപ്പെടുത്തിയ ശേഷം പാചകവാതകത്തിന് അധിക വില ഈടാക്കുന്നത് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് PT തോമസ് MP. നവംബർ 1 കേരളപ്പിറവിയും ശ്രേഷ്ഠ ഭാഷാ ദിനവും വിവിധ കേന്ദ്രങ്ങളിൽ ആചരിച്ചു. കേരള ഫയർ സർവീസ് അസോസിയേഷൻ എറണാകുളം മേഖലാ സമ്മേളനം നവംബർ 2-4 തീയതികളിൽ ആചരിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.